മുരുകനിലേക്ക് ശരനൂലിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കതെങ്ങനെ ഫീൽ ചെയ്യുന്നു? നമ്മൾ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കടം വാങ്ങിച്ച് ഉടമ്പ് ശരിയാക്കിയാൽ ഉടമ്പ് താൻ കടം തീർക്കുമെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഭൗതികത എത്രത്തോളം സാധ്യമാകുന്നു? രണ്ടാമത് വേണ്ടത് നമുക്ക് സമ്പത്തും ബന്ധങ്ങളുമാണ്. നമ്മുടെ ആരോഗ്യത്തിന് അത്രയും പ്രാധാന്യമുണ്ട്, ഹെൽത്ത്. കാരണം നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് നമുക്കൊരു ശരീരമുള്ളത് കൊണ്ടാണ്. സ്വപ്രാണനെ സ്വയമറിഞ്ഞ് ചലിപ്പിച്ചാൽ ശിവസ്ഥാനം കരസ്ഥമാക്കാന്നാണ്. ശരനൂല് എങ്ങനെയാണ് ഇത് ഈ കണക്ട് ആവുന്നത്? എങ്ങനെയാണ് പ്രാണൻ സഞ്ചരിക്കുന്നത്? ആ ശക്തിയുടെ പാറ്റേണിലാണ്. ശരയോഗ പഠിച്ചു, അങ്ങക്ക് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടായത്? ഓരോരുത്തരും ഒന്നുകിൽ ഒരാളിൽ ശക്തിയായിരിക്കും, ഒരാളിൽ ശിവനായിരിക്കും. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ കുലദേവതയെ തിരിച്ചറിയുന്നതാണ് ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വിധിയെ നമുക്ക് തീരുമാനിക്കാം. അത് ശരനൂല് സഹായിച്ചു. അതാണ് ശരനൂൽ, ശരയോഗ അതാണ് സഹായിച്ചത്. അതായത് ഇപ്പോൾ വേറൊരു പഴഞ്ചൊല്ലി കൂടിയുണ്ട്, മതിയെ അറിந்தாൽ വിധിയെ വെല്ലല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസന്റിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ശരയോഗയിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം. അപ്പം ഈ ശരയോഗ ഇപ്പം ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മാനസിക തലമെന്ന്. അതെ അതെ അതെ. ഭൗതികത എന്ന് പറഞ്ഞു. ഭൗതികതയിൽ നിന്നുകൊണ്ടുള്ള ആത്മീയതയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഭൗതികത എത്രത്തോളം സാധ്യമാവുന്നുണ്ട്? തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ സംശയമാണ് കേട്ടോ. അതെ അതെ അതെ. ഭൗതികത എത്രത്തോളം ഈ ശരനൂലില് ഇപ്പൊ പറയുമ്പോൾ മാനസിക തലം എന്നൊക്കെ പറയുമ്പോൾ അത് ഭൗതിക തലത്തിൽ നിൽക്കുന്ന ഒരു സംഭവം അല്ലേ, മാനസിക തലം എന്ന് പറയുന്നത്. അപ്പോ നമ്മളത് എങ്ങനെയാണ് അത് കൺവെർട്ട് ആവുന്നത്? നമുക്കത് എങ്ങനെ കൊണ്ടുപോകും? ഇപ്പം കുടുംബമുണ്ട്, നമ്മൾ ഭക്തിയുണ്ട്, എല്ലാം ഉണ്ട്, ഭൗതികതയുണ്ട്. അതായത് നമ്മൾ ഭൗതിക ജീവിതത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം, ഹെൽത്ത്. അപ്പോൾ ഹെൽത്ത് ഇപ്പോൾ നമ്മൾ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കടം വാങ്ങിച്ച് ഉടമ്പ് ശരിയാക്കിയാൽ ഉടമ്പ് താൻ കടം തീർക്കുമെന്നാണ് കേട്ടിരിക്കുന്നത്. അതെ. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത്രയും പ്രാധാന്യമുണ്ട്, ഹെൽത്ത്. കാരണം നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് നമുക്കൊരു ശരീരമുള്ളത് കൊണ്ടാണ്. ഇപ്പം അങ്ങേ രാജേഷ് എന്ന് സംബോധന ചെയ്യണമെങ്കിൽ അങ്ങേക്കൊരു ശരീരം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കൈ ചൂണ്ടി അങ്ങേ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു ശരീരം ഉണ്ടാവണം. ആ ശരീരം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ആരോഗ്യം വേണം അല്ലേ, എന്നാലേ ആ ശരീരം നിലനിൽക്കുള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യം. സമ്പത്ത് രണ്ടാമതാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യമാണെങ്കിൽ രണ്ടാമത് വേണ്ടത് നമുക്ക് സമ്പത്തും ബന്ധങ്ങളുമാണ്. അപ്പോൾ അതായത് അതിന് നമുക്ക് വേണമെങ്കിൽ വെൽത്ത് ആൻഡ് റിലേഷൻഷിപ്സ് എന്ന് പറയാം. ഇപ്പം എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഞാൻ അങ്ങയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് കിട്ടിയ അറിവാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിൽ ആദ്യം വേണ്ടത് നമുക്ക് ഹെൽത്ത് ആണെങ്കിൽ രണ്ടാമത് വേണ്ടത് വെൽത്തും റിലേഷൻഷിപ്സും ആണ്. അപ്പം നമുക്ക് നമ്മളുടെ സമ്പത്തില്ലാതെ നമുക്ക് ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ബന്ധങ്ങൾ വേണം, ഭാര്യ, കുട്ടികൾ, അച്ഛനമ്മ, നമ്മുടെ സുഹൃത്തുക്കൾ. ആ നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാവണം എപ്പോഴും. അപ്പോൾ നമുക്ക് രണ്ടാമത് വേണ്ടത് നമുക്ക് വെൽത്തും റിലേഷൻഷിപ്സും ആണ്. മൂന്നാമത് ഇതെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഭൗതിക ജീവിതത്തിൽ നമ്മൾ വിജയിക്കും, നല്ല ഒരു മനുഷ്യനായി മാറും, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വിജയിക്കും. നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് എല്ലാം പൂർണ്ണമായും നിർവഹിക്കും. അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒന്നാണ് ആത്മീയത. അല്ലാതെ നമ്മൾ ആത്മീയത എന്ന് പറഞ്ഞ് നമ്മൾ ഓടി ചെല്ലേണ്ട, അല്ലെങ്കിൽ ഓടി ഒളിച്ച് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നിന്ന് ഓടി ഒളിച്ച് ചെല്ലേണ്ട ഒരു സ്ഥലമല്ല ആത്മീയത. തീർച്ചയായിട്ടും. അതങ്ങ് ആദ്യം തുടക്കത്തിലേ പറഞ്ഞു. അതെ, ഈ ഒരു പോയിന്റ്. അപ്പോൾ ശരനൂല് എങ്ങനെയാണ് ഇത് ഈ കണക്ട് ആവുന്നത്? എങ്ങനെയാണ് ശരനൂല് കണക്ട് ആവുക എന്ന് പറയുമ്പോഴേക്കും നമ്മളിൽ പ്രധാനപ്പെട്ട 3 മെറിഡിയൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇടനാഡി എന്ന് പറയുന്ന ലെഫ്റ്റ് മെറിഡിയനും, സെൻട്രൽ മെറിഡിയൻ എന്ന് പറയുന്ന സുഷുമ്ന നാഡിയും, റൈറ്റ് മെറിഡിയൻ എന്ന് പറയുന്ന പിംഗള നാഡി അല്ലെങ്കിൽ വലനാഡി. ഈ 3 പ്രധാനപ്പെട്ട എനർജി മെറിഡിയൻസ് ആണ്. അതിൽ ലെഫ്റ്റ് മെറിഡിയൻ നമുക്ക് സമ്പത്തിനെയും റിലേഷൻഷിപ്സിനെയാണ് തരുന്നത്. റൈറ്റ് മെറിഡിയൻ നമുക്ക് ആരോഗ്യത്തെയാണ് തരുന്നത്. ആരോഗ്യം, ആത്മവിശ്വാസം, കോൺഫിഡൻസ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. അങ്ങനെ പലതും നമുക്ക് റൈറ്റ് മെറിഡിയനിലൂടെ കിട്ടും. ലെഫ്റ്റ് മെറിഡിയനിലൂടെ നമുക്ക് സമ്പത്ത് കിട്ടും, ആ വെൽത്ത് കിട്ടും, സമ്പത്ത് സമൃദ്ധിയിലേക്ക് നമ്മളെത്തും. അതേപോലെ തന്നെ നമുക്ക് നല്ല ബന്ധങ്ങളുണ്ടാവും, നമ്മളിലേക്ക് പലരും അട്രാക്റ്റഡ് ആവും, നമ്മളുടെ നല്ല ക്യാരക്ടർ കണ്ട് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും. ഇതെല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ശരനൂൽ അല്ലെ ശരയോഗ നമ്മളുടെ ജീവിതത്തിലേക്ക്, ഭൗതിക ജീവിതത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്നാണ് ആരോഗ്യവും വെൽത്തും റിലേഷൻഷിപ്സും. അപ്പൊ ഇത് ഈ പറയുന്ന എല്ലാം നമുക്ക് നമ്മുടെ ശരയോഗയിൽ സാധ്യമാണ്. നമുക്ക് ആരോഗ്യവും കിട്ടും, വെൽത്തും റിലേഷൻഷിപ്സും കിട്ടും, സെൻട്രൽ മെറിഡിയനിൽ നമുക്ക് ആത്മീയതയും കിട്ടും.
തീർച്ചയായിട്ടും സുഷുമ്നയിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന എല്ലാ വിദ്യകളിലും ആത്മീയ തലത്തിലേക്ക് പോകുന്ന വിദ്യകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം സുഷുമ്ന ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസുകളാണ്, സുഷുമ്ന നാഡിയെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസാണ്. അതേസമയം ഭൗതിക നാഡികളായിട്ടുള്ള ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കൂടി പ്രാണനെ നമുക്ക് തമിഴിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, അത് ഗുരുനാഥനിലൂടെ അറിഞ്ഞതാണ്. സ്വപ്രാണനെ സ്വയമറിഞ്ഞ് ചലിപ്പിച്ചാൽ ശിവസ്ഥാനം കരസ്ഥമാക്കാന്ന. അപ്പോൾ നമ്മളുടെ പ്രാണൻ, നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പ്രാണനെ നമ്മൾ ബോധപൂർവം ഈ ഭൗതിക നാഡികളിലേക്ക്, അതായത് വലനാഡിയിലേക്കും ഇടനാഡിയിലേക്കും നമുക്ക് ബോധപൂർവം ചലിപ്പിക്കാനായാൽ നമുക്ക് നമ്മുടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം നമുക്ക് കൈവരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എന്തായാലും അങ്ങൊരു മുരുക ഭക്തനാണ്. ഈ മുരുകനിലേക്ക് ഇത് നമുക്ക് ഈ ശരനൂലിനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കതെങ്ങനെ ഫീൽ ചെയ്യുന്നു? നമ്മളിൽ ഓരോരുത്തരിലും അതായത് പല വിധാനങ്ങളുണ്ട്. അതിൽ 64 തരം ഇതിൽ ഒരു വിധാനമാണ് ഈ നാല് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്, അത് മേരുവാണ്, അതായത് ട്രയാങ്കിൾ ആയിട്ടാണ് ഈ പ്രാണന്റെ സഞ്ചാരം. രണ്ടാമത് അത് ഒരു വിപരീത ത്രികോണം, ശക്തി, ആ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ ആദ്യത്തെ വിധാനം മേരുവാണെങ്കിൽ, അതായത് ട്രയാങ്കിൾ ആണെങ്കിൽ, രണ്ടാമത്തത് ശക്തിയിലാണ്. അപ്പോൾ ഈ മേരുവും ശക്തിയും കൂടി, ആ ട്രയാങ്കിളും ശക്തിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഷഡ്കോണം ഉണ്ടാവും, അവിടെ ഷഡ്ഭുജം ഉണ്ടാവും. അവിടെയാണ് മുരുകൻ ജനിക്കുന്നത്. ആ എനർജി അതിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ചിലരിൽ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ പലരെയും കാണുമ്പോൾ അവരിൽ ശിവനാണ്, അല്ലെങ്കിൽ ആ ഈ മാസ്കുലിൻ എനർജിയാണ് അവരിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ ആ എനർജിയിലായിരിക്കും പ്രാണൻ സഞ്ചരിക്കുക, ട്രയാങ്കിളിൽ. അതേസമയം ഒരു ദേവി ഉപാസകൻ അല്ലെങ്കിൽ ശക്തിയിൽ ആ ഒരു ദേവി ഉപാസകൻ, ദേവി ഭക്തനൊക്കെ ആയിട്ടിരിക്കുന്ന ഒരാളിൽ ഈ ഇൻവേർട്ടഡ് ആയിട്ടുള്ള, അതായത് വിപരീത ത്രികോണത്തിലായിരിക്കും അവരുടെ എനർജിയുടെ പാറ്റേൺ. പ്രാണൻ സഞ്ചരിക്കുന്നത് ആ ശക്തിയുടെ പാറ്റേണിലാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് അവർ ദേവി ചൈതന്യം അവരിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പം വിപരീതവും ഈ രണ്ടും ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. അത് ഒരുമിച്ച് വരുന്നത് കൊണ്ടാണല്ലോ മുരുകന്റെ എനർജി അവിടെ വരുന്നത്. അതായത് ശക്തിയും ശിവനും ചേരുമ്പോഴാണല്ലോ മുരുകൻ ഉണ്ടാവുക. മസ്കുലിൻ എനർജിയും ഫെമിനിൻ എനർജിയും ഒരുമിച്ച് ഒരാളിലേക്ക് പ്രവർത്തിക്കുമോ? ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് അത് ത്രികോണമായി വിപരീയും ഷഡ്കോണമായി മാറുന്നത്. അവിടെയാണ് മുരുകന്റെ എനർജി വരുന്നത്. അങ്ങനെയാണ് ഇത് കണക്ട് ആവുന്നത്. അതെ, ഇത് മൂന്നും നമ്മളിൽ ഉണ്ടാവും. അതായത് ശക്തിയും ശിവനും നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ മുരുക എനർജി ഉണ്ടാവും. അപ്പോൾ ആ മുരുക എനർജിയാണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും, ഒന്നുകിൽ ഒരാളിൽ ശക്തിയായിരിക്കും, ഒരാളിൽ ശിവനായിരിക്കും, ഒരാളിൽ മുരുകനാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ കുലദേവതയെ തിരിച്ചറിയുന്നതാണ് ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കുലദേവത അല്ലാതെ ഈ പറയുന്നതല്ല കുലദേവത. അല്ല, തീർച്ചയായിട്ടും അല്ല. നമ്മളിപ്പോ വീട്ടിൽ വച്ചാരാധനയൊക്കെ ഉണ്ടെങ്കിൽ അതെ, പഴയ കാരണവന്മാര് വിളക്ക് കത്തിച്ച് ചില തെക്കത് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതല്ലേ നമ്മുടെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയതൊക്കെ നമ്മൾ പഠിച്ചു വന്നത് നമ്മുടെ ചെറിയ പ്രായത്തിൽ അറിഞ്ഞിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അവിടെ എല്ലാം പരദേവത സങ്കല്പമുണ്ട്. പക്ഷേ ശരയോഗയിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് നമ്മളിൽ ഒരു എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഒരു പ്രാണൻ ഒരു രീതിയിലായിരിക്കും നമ്മളിൽ ചലിക്കുന്ന. അത് ശിവ ആ ഒരു ട്രയാങ്കിളിലാണെങ്കിൽ രണ്ടാമത് വരുന്ന ശക്തിയിലായിരിക്കും, അതല്ലെങ്കിൽ ഈ പറയുന്ന ഷഡ്ഭുജത്തിലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി, ഇപ്പൊ ശക്തിയാണെങ്കിൽ നമ്മൾ ദേവി ഉപാസകരായിരിക്കും. ഇപ്പൊ ദേവിയാണ് നമ്മുടെ കുലദേവതയായിട്ട് വരിക. ശിവനാണെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മുടെ കുലദേവതയായിട്ട് വരിക. അതല്ല, ഇത് രണ്ടും കൂടിയാണെങ്കിൽ മുരുകനാണ് നമ്മുടെ കുലദേവത. അപ്പൊ മുരുകനിലേക്കാണ് നമ്മൾ. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ആദ്യത്തെ അനുഭവമാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കുലദേവതയെ നമ്മൾ നമ്മളത് ഈ ഒരു എനർജിയുടെ ഒരു കാര്യത്തിലാണെങ്കിൽ ആ ഒരു പ്രാണന്റെ ഊർജത്തിന്റെ സഞ്ചാരം വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മളിൽ സഞ്ചരിക്കുന്ന പ്രാണന്റെ ഗതി ഏതാന്ന് മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര വളരെ സുഗമമായിരിക്കും. ഇപ്പം ഇത്തരം നമ്മള് ശരയോഗ പഠിച്ചു, അങ്ങക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടായത്? തീർച്ചയായിട്ടും ആദ്യം അറിയാൻ താല്പര്യം. തീർച്ചയായിട്ടും നേരത്തെ, അതായത് ശരയോഗ പഠിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നമ്മൾ ഇതെല്ലാം ഭക്തിയുടെ തലത്തിലേക്ക് കണക്ട് ചെയ്യും, വിശ്വാസമായിട്ട് കണക്ട്. നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മുടെ വിധിയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണല്ലോ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് അത് നമ്മുടെ വിധിയാണെങ്കിലും സമ്പത്ത് എന്താണെന്ന സമയത്ത് അത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണെന്ന് നമ്മൾ കരുതും. പക്ഷേ ഈ ശരയോഗയിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് തന്നെ നമ്മുടെ പ്രാണനെ സഞ്ചരിപ്പിക്കാൻ സാധിക്കും ഓരോ മെറിഡിയനിലേക്കും. അങ്ങനെയാണെങ്കിൽ ഹെൽത്താണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് മെറിഡിയൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് നന്നായിട്ടുണ്ടാവും. ലെഫ്റ്റ് മെറിഡിയൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മളിൽ സമ്പത്തും റിലേഷൻഷിപ്സും ഉണ്ടാവും. സുഷുമ്നയാണ് നമ്മളിൽ സ്ട്രെസ് എനർജി ഭയങ്കരമായിട്ട് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളിൽ ആത്മീയത ഉണ്ടാവും. അപ്പം ആരോണിന് ഇത് മൂന്നും ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? മൂന്നും ഉണ്ട് എന്നുള്ളതല്ല,
ഇത് മൂന്നും ഇതെല്ലാം നമ്മളിലുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് നമ്മുടെ പ്രാണനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ശരനൂല് സഹായിച്ചു. അതാണ് ശരയോഗ അതാണ് സഹായിച്ചത്. ഓക്കെ. ഇപ്പൊ നാട്ടിൽ എങ്ങനെയാണ് ഇപ്പം അരുണിനെ കുറിച്ച് സന്യാസി എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഇപ്പൊ ഇത്രയും ആത്മീയതയൊക്കെ പറഞ്ഞ് നമ്മൾ ഇത്രയും ഗുരുക്കന്മാരെ നമ്മൾ നേരിട്ട് കണ്ടു. ഇപ്പൊ ശരനൂലിന്റെ നമുക്കിത് കൂടെ ക്ലാരിറ്റി വന്നു. അപ്പൊ നമ്മൾ അതുവരെ കണ്ട ഒരു അരുൺ ആയിരിക്കില്ല സുഹൃത്തുക്കൾ അറിയില്ല. ഇത് ആർക്കും അറിയില്ല. അപ്പൊ ഈ ഇന്റർവ്യൂ വരുമ്പോ എന്തായാലും നമ്മളുടെ യാത്ര നമ്മൾ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള യാത്രകളാണ്. അതെ, തീർച്ചയായിട്ടും. അല്ല, എന്തായാലും അവരൊരു ചേഞ്ച് പറഞ്ഞു കാണില്ലേ അടുത്ത സുഹൃത്തുക്കൾ? നമ്മളിൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഈ ഒരു എന്താ പറയുക, നമ്മളിലൊരു വളരെ കാമായിട്ട് നമ്മൾ വരും. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഇതിൽ നമ്മൾ ഓരോ കുറച്ച് അഗ്രസീവ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. നമ്മൾ പതിയെ നമ്മളിൽ ഒരു പക്വത ഉണ്ടാവും. നമ്മൾ വളരെ കാമാകും. എന്ത് കാര്യവും നമുക്ക് ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സമയം കിട്ടും. അപ്പം നമ്മുടെ ശ്വാസത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ തന്നെ, ഇപ്പൊ നമ്മൾ പെട്ടെന്നൊരു ദേഷ്യം ഉണ്ടാവുന്ന ഒരാളുടെ ശ്വാസഗതിയെ ശ്രദ്ധിച്ചാൽ അറിയാം അദ്ദേഹം ഭയങ്കരമായിട്ട് ഭയങ്കര ശ്വാസം ഇത് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. അതേസമയം കാമായിരിക്കുന്ന ഒരാളുടെ ശ്വാസം സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു ശ്വാസഗതിയായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളുടെ ശ്വാസമാണ് ഈ കാണുന്നതെല്ലാം. നമ്മൾ പ്രാണൻ എന്ന് വിളിക്കുന്നതും ശ്വാസം എന്ന് വിളിക്കുന്നത് ഈശ്വരൻ എന്ന് വിളിക്കുന്ന എല്ലാം നമ്മുടെ ശ്വാസം തന്നെയാണ്. ആ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വിധിയെ നമുക്ക് തീരുമാനിക്കാം. അതായത് ഇപ്പൊ വേറൊരു പഴഞ്ചൊല്ല് കൂടിയുണ്ട്, മതിയെ അറിந்தாൽ വിധിയെ വെല്ലല എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശ്വാസത്തെ, മതി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസത്തെ അറിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളുടെ വിധി നമുക്ക് തന്നെ തീരുമാനിക്കാം. ഞാൻ അരുണിനോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അരുൺ ഇന്നാണോ ജീവിക്കുന്നത്, ഇന്നലകളിലാണോ ജീവിക്കുന്നത്, ഇനി വരാൻ പോകുന്ന ഭാവിയിലാണോ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അല്ല. അതായത് ഇന്നലെയിൽ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇന്നലയിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ സാധിക്കില്ല. നാളെയെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ പ്രസന്റിൽ ഈ നിമിഷം എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുക, ഈ നിമിഷം ജീവിക്കാൻ പറ്റുക, ഈ പ്രസന്റിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ശരയോഗയിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം. ഈ നിമിഷം ജീവിക്കുക. ഈ നിമിഷം എന്താണോ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. അതിന് വരാൻ പോകുന്ന ആപത്തുകൾ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ച് തല പോയിക്കേണ്ടെന്നാണ് പറയുന്നത്. ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. കാരണം അത് അറിഞ്ഞിട്ട് നമുക്കൊരു കാര്യമില്ല. വരാൻ പോകുന്നതിന് എന്തായാലും നമുക്ക് തടയാൻ സാധിക്കും. ചില ആളുകൾ ഇങ്ങനെ പ്രവചിക്കും കേട്ടോ, നിങ്ങൾക്ക് 30-40 വയസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ കുറേ ഭാവിയും ഭൂതവും എല്ലാം പറയും. അപ്പൊ ഇത് നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അതെ, അതായത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നോക്കി ശ്രദ്ധിച്ച് ഇറങ്ങി പോകുന്നവരുണ്ട്. അപ്പൊ അത് വേണ്ടെന്നാണോ? തീർച്ചയായിട്ടും. ഇന്നലെകളെ നമുക്ക് ഒരിക്കലും മടക്കി കൊണ്ടുവരാൻ പറ്റില്ല. ഇന്നലെ കഴിഞ്ഞു പോയത് പാസ്റ്റ് ആണ്, അത് കഴിഞ്ഞു. അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വരാൻ പോകുന്നത് ഓൾറെഡി നമുക്ക് ആ വരാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് ഈ നിമിഷം നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ നിമിഷം സന്തോഷകരമായി ജീവിക്കുക എന്നുള്ളതാണ്. അതിന് തീർച്ചയായിട്ടും ശരയോഗം എന്നെ സഹായിച്ചു. ഇപ്പം കുടുംബത്തിൽ എല്ലാവരും ഈ നിമിഷത്തിലേക്ക് വന്ന് തുടങ്ങിയോ? ഏറെക്കുറെ. ഓരോരുത്തരും ഓരോരോ സാഹചര്യത്തിൽ നിന്ന് വരുന്നതാണല്ലോ. ആദ്യം നമ്മൾ പ്രാണതലത്തിലേക്ക് എത്തുക, നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഭാര്യ എങ്ങനെയാണ്? പൂർണ്ണമായും സപ്പോർട്ടാണ്, വളരെ സപ്പോർട്ട്. അപ്പൊ നമ്മളിപ്പം ഇത്തിരി കൃത്യത കൂടി, ക്ലാരിറ്റി, തീർച്ചയായിട്ടും അത് അവർക്കും ഫീൽ ചെയ്ത് തുടങ്ങി. തീർച്ചയായിട്ടും വീട്ടുകാർക്കും ഫീൽ ചെയ്ത് തുടങ്ങി. മനസ്സിലാവും സ്വാഭാവികമായിട്ടും. നമ്മളുടെ ആദ്യമൊക്കെ നമ്മളുടെ ഈ ഒരു രീതികൾ കാണുമ്പോൾ അവര് ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, പക്ഷെ എന്നാലും സ്വാഭാവികമായിട്ടും അവർക്കൊരു ഇതുണ്ടാവാം. പക്ഷേ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മാറി. ഞാൻ നേരത്തേക്ക് കുറേ നാൾ മുമ്പ് വരെ ഞാൻ ഭയങ്കരമായിട്ട് ഭക്തിഗാനങ്ങൾ കേൾക്കുന്നത്, ഞാൻ അവർക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിൽക്കാൻ തുടങ്ങി. എല്ലാം നമ്മൾ സ്വീകരിക്കും. കാരണം നമുക്ക് അങ്ങനെ ഒരു നല്ലതോ ഒരു മോശമോ ഒന്നുമില്ല. ഗുഡ് ഓർ ബാഡ്, അല്ലെ റൈറ്റ് ആൻഡ് റോങ് ഒന്നുമില്ല. വെജിറ്റേറിയൻ ആണോ? ഞാൻ വെജിറ്റേറിയനാ. തീർച്ചയായിട്ടും. മാംസം കഴിക്കാറുണ്ടോ? മാംസം കഴിച്ചിരുന്നു 12 വർഷം മുന്നേ. അതിനുശേഷം അത് എനിക്ക് വേണ്ടാന്നൊരു ചിന്ത വന്നു. അത് സ്വാഭാവികമായിട്ട് ഞാൻ ഉപേക്ഷിച്ചു. അപ്പൊ ശരയോഗ പറയുന്നുണ്ടോ മാംസം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മളുടെ ശരീരത്തിന് ഭക്ഷണമാണ് വേണ്ടത്. അത് നോൺ കഴിക്കണോ വെജ് കഴിക്കണോ എന്നുള്ളത് നമ്മളുടെ ശരീരത്തിന് ഇതൊന്നുമില്ല. എല്ലാം തൊണ്ടയ്ക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം സമമാണല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അതൊരു വേറൊരു സബ്ജക്റ്റാ. അതിലേക്ക് പോകുന്നതിനേക്കാൾ നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം കഴിക്കുക എന്നുള്ള. നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ ആ ഇഷ്ടപ്പെട്ടതിനെ കഴിക്കുക. ഇഷ്ടപ്പെട്ടത് കഴിക്കണം എന്നുള്ളത് മാനസിക തലാണ്. അതേസമയം ശരീരത്തിന് വേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ്. ഭയങ്കര ഗംഭീരമായി കവർ ചെയ്തത്. അതെ അതെ, തീർച്ചയായും. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ജീവിക്കാം. അതെ, ഈ നിമിഷത്തിൽ ജീവിക്കാം. അത് സന്തോഷകരമായി ജീവിക്കാം.
ഇന്നലെകളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ, നാളെയെക്കുറിച്ച് ആശങ്കപ്പെടാതെ വളരെ ഇന്ന് ഈ നിമിഷത്തിൽ സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും ശരയോഗ എന്നെ സഹായിച്ചു. എല്ലാവർക്കും അതിലേക്ക് വന്ന് പൂർണ്ണമായും സംതൃപ്തിയോടെ നല്ല ഒരു സന്തോഷകരമായ ഒരു ജീവിതം ആസ്വദിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എനിക്ക് നല്ലൊരു ഇൻ്റർവ്യൂ ആണ് കിട്ടിയത്. കാര്യം ഇത്തരത്തിൽ തുറന്ന് പറയുന്ന ആളുകൾ വളരെ കുറവാണ്. അങ്ങ് എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ നാളെ എന്നെ കളിയാക്കുമെന്നുള്ള ധാരണയൊന്നുമില്ല. അതെ, അത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ നിമിഷത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവുക. എല്ലാ ഭാവങ്ങളും തീർച്ചയായും അമേസിംഗ് റേയുടെ തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ടെങ്കിൽ ആ ശരിയായി പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ ഗുരുനാഥൻ്റെ പരമ്പര, ആ സിദ്ധ പരമ്പരയിൽ നിന്നുള്ള അറിവുകളാണ്. ഞാൻ പറഞ്ഞ എല്ലാ സത്യങ്ങളും, ഞാൻ പറഞ്ഞ എല്ലാ തെറ്റുകളും എൻ്റെ മാത്രം തെറ്റുകളാണ്. തീർച്ചയായിട്ടും. നമസ്തേ.